അപ്പൊ മുത്തുമണികളെ, അതിമനോഹരമായ ഫലസ്തീനെ കുറിച്ചിട്ടുള്ള ആ ഒരു ഗാനം നമ്മളെ സ്വാലിഹ് ഇർഫാനിന്റെ ഉസ്താദിന്റെ ആ ഒരു ശബ്ദത്തിലൂടെ. പുതുസിന്റെ മക്കളെ കണ്ണീരിലാഴ്ത്തി ഖാലിഖ് ഭവനങ്ങളില്ലാതെയാക്കി. പുതുസിന്റെ മക്കളെ കണ്ണീരിലാഴ്ത്തി ഖാലിഖ് ഭവനങ്ങളില്ലാതെയാക്കി. കാണാൻ പറ്റാത്ത ക്രൂരതയാലേ ഉള്ളാകെ പൊള്ളുന്ന വേദനയാലേ ഉള്ളാകെ പൊള്ളുന്ന വേദനയാലേ ഓമന കുഞ്ഞിന് ഒരു നോക്കു കാണാൻ താലോലം പാടി ഓമനിക്കാനായി ജനനം നൽകിയ പൈതലും പോയോ. കണ്ണീരിലായി ഉമ്മയും തീർന്നോ, കണ്ണീരിലായി ഉമ്മയും തീർന്നോ. ഖുദ്സിന്റെ മക്കളെ കണ്ണീരിലാഴ്ത്തി ഖാലിഖ് ഭവനങ്ങളില്ലാതെയാക്കി. പണ്ടേ മദീനയെ പാടി ഞാനിന്ന് പേരിൽ ഹബീബിൻ്റെ ഖാദിമ. അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേ ഞാനെന്ത് മാദിഹ. എന്നും മുഹിബ്ബിൻ്റെ മുന്നിൽ മദ്ഹെത്ര പാടി ഞാനിന്നെന്ത് ജോറിലായി. എന്നും നേതാവിൻ്റെ ചാരെ വന്നില്ല നാളെ എന്താകും ബേജാറില. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പൊ ഇഷ്ടപ്പെട്ടവരെല്ലാവരും കമന്റ് ഇട്ടോളി. ഫലസ്തീന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ഫലസ്തീൻ എന്ന് പറഞ്ഞിട്ട് അതിമനോഹരമായ നല്ല ശബ്ദത്തിലൂടെ നമ്മൾ ആ ഒരു മനോഹരമായ ഒരു ഫീലിംഗും അല്ലെ മനസ്സിലേക്ക് തട്ടുന്ന വരികൾ അല്ലെ. വരികൾ എഴുതിയതായി ഹബീബിന്റെ ഇർഫാനി അല്ലെ. നല്ല എഴുതാനാണ്, പക്ഷെ പുറത്തുള്ളവർക്ക് അറിഞ്ഞിട്ട് മഹാന്മാരെ കുറിച്ച് എഴുതിനൊക്കെ തന്നിട്ടുണ്ട്, ഞാൻ പാടിയിട്ടുണ്ട്. വല്ലാണ്ട് അറിയപ്പെട്ടില്ലേ പള്ളി മദ്രസല്ലായതുകൊണ്ട് അറിവുള്ളവർ ജനങ്ങളിലേക്ക് എത്തുന്ന വഴി അല്ലെ. അപ്പൊ ഏതായാലും നല്ല വരികളാണ് കേട്ടോ, നല്ല മനസ്സിന് തട്ടുന്ന വരികൾ. അതുപോലെ തന്നെ നമ്മളെ ഈ ഫലസ്തീനെ കുറിച്ചിട്ട് നല്ലൊരു ഒരു അനൗൺസ് മൂപ്പര് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് മൂപ്പര് എന്താ എഴുതിയതല്ലേ. രാത്രി പോലും തീനാളങ്ങളാൽ പകലുകളാക്കുന്ന ഫലസ്തീൻ, ഉമ്മയുടെ ഗർഭാശയത്തിലെ ഇരുട്ടിൽ നിന്ന് പുറം ലോകത്തിൻ്റെ വെളിച്ചത്തിലേക്ക് മിഴി തുറക്കും മുന്നേ മൃതിയുടെ ഇരുട്ടിലേക്ക് കണ്ണടക്കേണ്ടി വന്ന പിഞ്ചോമനകൾ, ചേർത്ത് പിടിക്കേണ്ട ഉപ്പയുടെ മൃതശരീരത്തിൽ നിസ്സഹായത്തോടെ നോക്കി നിൽക്കേണ്ടി വന്ന ബാല്യങ്ങൾ, അതരത്തിൽ പുഞ്ചിരി തൂകി തൻ്റെ മാറോട് ചേർന്ന് കിടക്കേണ്ട പിഞ്ചോമനകളുടെ ജീവനറ്റ ശരീരങ്ങൾ, കെട്ടിപ്പിടിച്ച് കരയുന്ന ഉമ്മമാർ, ഒരു രാത്രി പോലും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയാത്ത ജനസമൂഹം, ആകാശത്തെ നക്ഷത്രങ്ങൾ കണ്ട് സന്തോഷിക്കുന്നതിന് പകരം മിസൈലുകളുടെ ഗർജനങ്ങൾക്ക് മുന്നിൽ പകച്ചുപോകുന്ന ഒരു ജനത, രക്തത്തിൽ ഹരം കണ്ടെത്തുന്ന നരഭോജ സമൂഹത്തിൻ്റെ ക്രൂരതകൾക്ക് അഖില ലോക രക്ഷിതാവായ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഹൃത്തിൽ ഉറപ്പിച്ച ഗസയുടെ മക്കൾക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മളെ നബിദിനത്തിനൊക്കെ ഒരുപാട് സ്ഥലത്ത് അതിന്റെ ഐക്യദാർഢ്യമൊക്കെ നടന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഇവര് എഴുത്തന്നോ 5 മിനിറ്റ് കൊണ്ട് ഇവര് 5 മിനിറ്റ് കൊണ്ട് എഴുത്തന്നിട്ട് അപ്പൊ തന്നെ ഞാനിപ്പോ അവതരിപ്പിച്ചു തന്നു. അത്ര കഴിവുണ്ട്, നല്ല കഴിവുണ്ട്. മൂപ്പര് പാടിയ വേറെ ഏതെങ്കിലും മദ്ഹ് എഴുതിയ മുത്തുനബി തങ്ങളെ മദ്ഹ് ഇല്ല, മൂപ്പറാൻ എഴുതില്ല. ഒന്നായിട്ട് ഒരു മൗലാന്റെ പാട്ട് എഴുതിയിരുന്നു. മൗലാന്റെ 2 വരികൾ മൗലാന്റെ ഓർമ്മയില്ല, മുമ്പ് എഴുതാ മൂപ്പര്. അതെ അല്ലേ. അപ്പൊ വേറെ ഏത് പാട്ട് നിങ്ങൾ പാടിയിട്ടുണ്ട്? യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇഷ്ടംപോലെ സ്വാലിഹ് ഇർഫാൻ തളങ്കര അടിച്ചാലും മതി അല്ലെ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്വാലിഹ് ഇർഫാൻ തളങ്കര അടിച്ചാലും ഉസ്താദിന്റെ ഒരുപാട് മദ്ഹുകൾ, നല്ല മദ്ഹ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അപ്പൊ അന്ന് അടിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കാണാം, ഉസ്താദിനെ സപ്പോർട്ട് ആക്കാം. പക്ഷെ ഫലസ്തീനു വേണ്ടിയിട്ട് ഉസ്താദ് എന്ന് രചിച്ചത് അഷ്റഫ് ജൽവ. അഷ്റഫ് ജൽവ ഓന് ഡയറക്ഷൻ ചെയ്തത്. പിന്നെ ലിറിക്സിന്റെ സുഹൃത്ത് ഹബീബ് നജാർ ഇർഫാനി തന്നെ. യെസ്, ഉസ്താദ് പാടിയതല്ലേ? ഞാൻ പാടിയതാണ്. പാടിയത് എവിടെ?
കാസർഗോഡ്? കാസർഗോഡ് നമ്മളെ ജൽവ സ്റ്റുഡിയോ ഞാനും പാടലുണ്ട്. നല്ല സ്റ്റുഡിയോ. അപ്പൊ ചെറിയ പ്രൈസിന് അവിടെ ഞങ്ങൾക്ക് നല്ല സെറ്റപ്പ് ആക്കി തരും അല്ലേ? അപ്പൊ അവിടെ ഉസ്താദ് ഒരു സ്റ്റുഡിയോ തുടങ്ങുന്നുണ്ടല്ലേ? അത് അവരെ കൂടെ തന്നെ ആ സ്റ്റുഡിയോ ഇപ്പോ ഓപ്പണിംഗ് ആനാണ്, അതിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. രാജാസൻ കാസർഗോഡും പിന്നെ അഷ്റഫ് ജൽവ അവിടെ തന്നെ. അവർ പ്ലേസ് അത് നമ്മളെ 4-ാം മൈലിൽ ബദർ നഗർ. യെസ്, 4-ാം മൈൽ അവിടെ അല്ലേ? നമ്മളെ പ്രിയപ്പെട്ട ഉസ്താദ് അതായത് സോലി ഇർഫാനി കാസർഗോഡ് നമ്മളെ മുത്തുമണിയാണ് അല്ലേ? എന്ത് പറയാനുള്ള നമ്മളൊരു ചെറിയൊരു ദിക്കർ, വലിയ ദിക്കറൊന്നല്ല, ചെറിയൊരു കിടാൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു ദിക്കറിന് ഞാൻ ക്ഷണിച്ചതാണ്. ഉസ്താദ് നല്ലൊരു മാതിയാണ് ബുർദൻ്റെ. അത് മാത്രമല്ല ഒരുപാട് പരിപാടികൾക്ക് ജഡ്ജസ് ആയിട്ടല്ല പോകുന്ന ഒരു നമ്മളെ മുത്തുമണി ഉസ്താദാണ്. എന്താ ഉസ്താദ് നമ്മളെ കണ്ടതിൽ എന്ത് പറയാനുള്ളത്? മാഷാ അല്ലാഹ്, വളരെ സന്തോഷം. അറിയുന്നുണ്ട്, സുഹൃത്തുക്കളെല്ലാം പറഞ്ഞിട്ട് പറയൂ, കണ്ടിട്ട് പറയൂ. പിന്നെ നമ്മള് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ നിയമദ്ദീൻ ഇർഫാനിന്റെ കല്യാണത്തിന് കണ്ടിന്. അത് കഴിഞ്ഞിട്ട് നമ്മള് വിളിച്ചോണ്ടും കോണ്ടാക്ട് എല്ലാം ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഉസ്താദ് ഇപ്പൊ ഇതിലുള്ള മഹലില് കുഞ്ചത്തോറ് മദ്രസയിലല്ലേ അവിടെ മാലിന്യമായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ഇത് മണ്ണംകുതി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഖത്തീബായിട്ട് ജോലി ചെയ്ത അല്ലെ ചെയ്തിട്ടുണ്ട്. ഉസ്താദ് ഒരു നല്ലൊരു മദ്ഹ് നമുക്ക് ഒന്ന് കേട്ടാലെന്താ ഉസ്താദിന്റെ ഒരു വായിലൂടെ നമ്മളെ പ്രേക്ഷകർക്ക് പിരിശത്തിന്റെ ചങ്ങായികൾക്ക് നല്ലൊരു മദ്ഹ്. ഉസ്താദ് പാടാൻ പോകുന്നത് നാസിഫ് കാലിക്കറ്റ് നമ്മളെ ചങ്കാണ്, മുത്തുമണി പാടിയതല്ലേ? പാടിയ ഒരു നല്ലൊരു മദ്ഹ് നമ്മളെ മദീനയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉസ്താദ് നിങ്ങൾക്ക് പാടിത്തരും ഇൻഷാ അല്ലാഹ്. കുറച്ച് പാടല്ലേ? കുറച്ച് പാട്. പണ്ടേ മദീനായി പാടി ഞാനിന്ന് പേരിൽ ഹബീബിന്റെ ഖാദിമ, അന്നേ തൊട്ടിന്നോളം നൂറിൻ പോമുഖം കണ്ടില്ലിൽ ഞാനെന്ത് മാദിഹ. റൗളയിൽ പോകാനോ കൽബോ നന്നല്ല, തൗബയിൽ പോലും കരഞ്ഞ കണ്ണല്ല. റൗളയിൽ പോകാനോ കൽബോ നന്നല്ല, തൗബയിൽ പോലും കരഞ്ഞ കണ്ണല്ല. നീറിപ്പോകായും മനസ്സല്ലാതില്ല, നീറിപ്പോകായും മനസ്സല്ലാതില്ല. എണ്ണിപ്പറയാനും തെറ്റല്ലാതില്ല. പറഞ്ഞു പറഞ്ഞു പകലിരവുകൾ കൊഴിഞ്ഞു വല്ലാതെ, പാദം ചേർക്കേണം വൈകാതെ. പണ്ടേ മദീനയെ പാടി ഞാനിന്ന് പേരിൽ ഹബീബിന്റെ ഖാദിമ, അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേ ഞാനെന്ത് മാദിഹ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ട. മദീനയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഈ മദ്ഹിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഈ പാട്ട് കണ്ടിട്ടുണ്ടാവും. അത്രക്ക് മനോഹരമായി നമ്മളെ ഉസ്താദ് പാടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമന്റ് ഇടുക, സപ്പോർട്ടാക്കുക ഇൻഷാ അല്ലാഹ്. അല്ല എല്ലാവരോടും എന്ത് പറയാനുള്ളൂ സേ? മാഷാ അല്ലാഹ്, ഇനിയും മരണം വരെ മദ്ഹ് പാടാനുള്ള തൗഫീഖിന് വേണ്ടി അതെ അല്ലെ? എല്ലാവർക്കും ആമീൻ, എല്ലാവർക്കും ആ തൗഫീഖ് നൽകട്ടെ. മദ്ഹിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഇപ്പൊ മദ്ഹ് പാടണമെങ്കിൽ വലിയ പാട്ടുകാരനാണെന്നില്ല, ആണല്ലേ? ഇഷ്കുണ്ടായാൽ മതി, മനസ്സിൽ കൽബിൽ ഇഷ്കുണ്ടായാൽ മതി. അതിന്റെ മധുരണ്ടാവും അല്ലേ? അപ്പൊ ഇപ്പൊ ഇപ്പൊ ഒരുപാട് സ്ഥലത്തല്ലേ നമ്മളെ മദ്ഹെന്ന ഇപ്പൊ കല്യാണ വീട്ടിലും പിന്നെ തൊട്ടില് കെട്ടലും പിന്നെ അപ്പത്തിന്റെ മംഗലത്തിനെല്ലാം ഇപ്പത്തെ ചെറുപ്പക്കാരെല്ലാം മാറിയിരിക്കുകയാണ്, മദ്ഹിലേക്ക് അലിഞ്ഞിരിക്കുകയാണ് അല്ലെ? ഒരുപാട് സ്ഥലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മുമ്പ് അങ്ങനെയുള്ള DJ അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു, അങ്ങനെ ആട്ടല്ലേ? അപ്പൊ ഉസ്താദ് അതിമനോഹരമായിട്ട് നമുക്ക് പാട്ടെല്ലാം പാടിത്തന്ന്. അപ്പൊ ഇനി ഉസ്താദ് പ്രേക്ഷകരോടെല്ലാം ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടാക്കാം, മദ്ഹിൽ അലിയ നബി തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കാൻ. നമ്മൾക്കൊന്നും അത്ര അല്ലെ, നമ്മളെ ഇഷ്കൊന്നും അവിടെ എത്തുമോ നമുക്കറിയില്ല, എന്നാലും നമ്മളെ മൊഹബത്ത് കൽബിൽ എന്നും നബി തങ്ങളോടുണ്ട് അല്ലേ ഉസ്താദ്? അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട നൗഷാദ് ബാക്കവി ഉസ്താദ് എഴുതി
സൊയിൽ ഫൈസി അല്ലേ പാടിയ അതിമനോഹരമായ ഒരു ഗാനം നമ്മൾ സ്വാലി ഇർഫാനിൻ്റെ ശബ്ദത്തിലൂടെ നമുക്ക് കേൾക്കാം. അതിമനോഹരമായ ഗാനം, എല്ലാവരും മനസ്സിലേക്ക് തട്ടാത്ത ഒരാളുണ്ടാവില്ല. അറിഞ്ഞ അത്രക്കും മാദിഹ്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് ഉസ്താദ് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് കേൾക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലധുനിധിയാണേ, പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങടെ പൂങ്കുടിലാണേ, കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ, ഖൈറാം സഹബോരുടെ ഇടപെടലുകൾ കണ്ടേ, അത് കേട്ടു സിദ്ദീഖിൻ വിളിയാളം, യാ റസൂലേ, ബിലാലിൻ സ്വരനാഥം, യാ റസൂലേ, പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ, പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങടെ പൂങ്കുടിലാണേ, പനിയായി റസൂലിൻ്റെ ചൂടേറ്റ ഗേഹം, മലക്കുൽ മൗത്തിന്റെ വരവ് കണ്ടപ്പോൾ കിടുങ്ങി വേഗം, പതിയെ പിടിക്കൻ റസൂലെന്ന നാദം, മനസ്സിൽ പറഞ്ഞ് മലരമുത്തിനെ നോക്കിയ നേരം, ഉലയാത്ത ഉമറും ഉടയുന്ന കണ്ടു, ഉടലായ മകളും ഉരുകുന്ന കണ്ടു, മെത്തയും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ വീട, മൊത്തത്തിൽ പൊട്ടിയ തോൽപാത്രമിൽ കഴിഞ്ഞൊരു കൂട, വിതുമ്പുന്ന നബിയോര് തുളുമ്പുന്ന മിഴിനീര്, ഒപ്പിയെടുത്തൊരു ചുവരാണ് സ്വർഗക്കൂട്, ഒപ്പിയെടുത്തൊരു ചുവരാണ് സ്വർഗക്കൂട്, പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ, പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങടെ പൂങ്കുടിലാണേ. മാഷാ അല്ലാ, മാഷാ അല്ലാ. ആ ശബ്ദം എന്ന് നിലനിർത്തട്ടെ പഠിച്ചോ. നല്ല ശബ്ദം, നല്ല ഫീലിങ്ങോടെ പാടിയിട്ടുണ്ട് ഉസ്താദ്. നമ്മളെ എന്നെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? പിരിശത്തിന്റെ ചങ്ങായിനെ പറ്റിയിട്ട് എന്നും പിരിശം കൊടുക്കുന്നതാണ്. എന്ത് മറ്റു ബ്ലോഗർമാർ തമ്മിൽ നമ്മൾ എന്തെങ്കിലും വ്യത്യാസം കാണുന്നത് നിങ്ങൾക്ക്? അല്ല, നിങ്ങളിപ്പോ സോഷ്യൽ മീഡിയയിൽ വീഡിയോ കാണുന്നുണ്ട്? അത്യാവശ്യം കാണുന്നുണ്ട്. എന്നാലും ബ്ലോഗർമാരുടെ കൂട്ടത്തിൽ ഇപ്പൊ എല്ലാ ബ്ലോഗർമാരെ ഞാൻ നോക്കലുമില്ല. നിങ്ങൾ ഇതിനെ പൊതുവെ കാണലുണ്ട്. മാഷാ അല്ലാ. നമ്മള് അന്ന് നെയ്മുദ്ദീൻ ഇർഫാന്റെ വീട്ടിലേക്ക് വന്ന്, നെയ്മുദ്ദീൻ ഇർഫാൻ എന്ന് പറഞ്ഞാൽ എന്റെ അനിയനാണ്, എന്റെ അതായത് ഇളം എന്റെ മോൻ. അപ്പൊ എന്റെ വീട്ടിലേക്ക് ഉസ്താദ് കല്യാണത്തിന് വന്നല്ലേ. അപ്പൊ ഇർഫാൻ ഉസ്താദിന്റെ കല്യാണത്തിന് വന്ന വീഡിയോ ഉസ്താദ് അതിൽ പാടിയിട്ടുണ്ട്. പാടുന്ന വീഡിയോ എല്ലോ ഏകദേശം 2 ലക്ഷം പേരൊന്നും കണ്ടിരുന്നു ഇൻസ്റ്റാഗ്രാമില്. അപ്പൊ ഒരുപാട് ഇർഫാനികൾ പഠിക്കുന്ന ഇർഫാനികളെല്ലാം അതിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. മാഷാ അല്ലാ. ഒരുപാട് നമുക്കിങ്ങനെ ഉസ്താദുമാരെ നമുക്ക് സ്നേഹിക്കാനേ നമുക്ക് പറ്റും. അവരടുത്ത് അത്ര ഇൽമൊന്നും നമ്മളെ കയ്യിലില്ല, എന്നാലും സ്നേഹിക്കാൻ പറ്റും നമുക്ക്. മനസ്സിലായോ? അപ്പൊ ആമീൻ ഇൻഷാ അല്ലാ. അപ്പൊ ഏതായാലും ഉസ്താദിന് എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനില്ലേ, നമ്മളെ ഫോളോവേഴ്സിനോട്, പിരിശത്തിന്റെ മുത്തുമണികളോട്? എന്തായാലും ഇനിയും മതയിൽ ഇഷ്ടപ്പെടുക, അതില് അലിഞ്ഞു ചേരുക. ഏത് വേദികളിലാണെങ്കിലും മറ്റുള്ള പിന്നെ വൃത്തികെട്ട അനാചാരങ്ങളോ അതുപോലെ തന്നെ ഇപ്പൊ കല്യാണ വീട്ടിലൊക്കെ കാണുന്ന എന്തൊക്കെയോ അനാചാരങ്ങൾ അതൊക്കെ മാറ്റി ആ വേദികളിലൊക്കെ മുത്തറസൂൽ മദഹ് കൊണ്ടുവന്നാല് നമുക്ക് ഒരുപാട് ആനന്ദം ഉണ്ടാവും,
കുടുംബത്തിലും ആ കല്യാണത്തിന്റെ ആ ഒരു സദസ്സിലൊക്കെ ഒരു വറക്കത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാ. ആ ഒരു അന്ന് പറയാനുള്ളൂ. ഇൻഷാ അല്ലാ. അപ്പൊ ഉസ്താദ് ഇപ്പൊ മദീനത്ത് പോയിട്ടുണ്ടോ? അതിനകത്ത് ഇതിൽ പോയിട്ടില്ല. നൽകട്ടെ ഇൻഷാ അല്ലാ. ആഗ്രഹമുണ്ട്. ആഗ്രഹം അയച്ചിട്ടുണ്ട്. അയച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ അയച്ചത് പള്ളിയിൽ പണിയെടുത്ത ആ ഒരു ഇത് കൊണ്ടല്ലേ? അൽഹംദുലില്ലാ. ഇർഫാനിയയിൽ ചെറിയ സീറ്റ് ഉണ്ടായിരുന്നു. ആ ബാച്ചിൽ സീറ്റ് വെറുതെ ഇങ്ങനെ പറഞ്ഞു നോക്കിയതാണ്. അപ്പൊ തന്നെ അൽഹംദുലില്ലാ സെറ്റ് ആയിട്ടുണ്ട്. ഉമ്മാക്ക് ഉപ്പാക്ക് അവസരം നിങ്ങൾ കാരണം. അത് അൽഹംദുലില്ലാ നല്ലൊരു ഭാഗ്യം. മൂപ്പർക്ക് പോകാൻ സാധിച്ചിട്ടില്ല. എന്നാലും ഉമ്മാനും ഉപ്പാനും മൂപ്പര് ഉംറക്ക് കൊണ്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ അല്ലെ? മദീന എല്ലാം കാണിച്ചിട്ടുണ്ട് മുത്തുനബി തങ്ങളെ. ആ മധു പാടിയിട്ട് എന്നാലും ഒരു ഭാഗ്യം ലഭിച്ചെന്ന് തോന്നുന്നു അല്ലേ? അല്ലേ? അതെ. നിങ്ങൾക്ക് ഇൻഷാ അല്ലാ തൗഫീഖ് ഉണ്ടാവും ഇൻഷാ അല്ലാ. എന്തായാലും മുത്തുനബി തങ്ങളെ മധു പാടിയിട്ട് മദീനയിലേക്ക് ഒരുപാട് പേർക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞാനെല്ലാം മദീന കാണാൻ അവസ്ഥ എനിക്ക് ഉണ്ടാവും നിരീക്ഷിച്ചിട്ടില്ല. കാരണം എന്റെ കയ്യിൽ ഒന്നുമില്ല. പോയിട്ടുണ്ട്. മധു പാടി തന്നെ പോയിട്ടുണ്ട്. ഖത്തറിന് അവിടുന്ന് കാറിൽ പോയിട്ട് എന്നിട്ട് ഇവിടുത്തെ ഉസ്താദിന്റെ കൂടെ ഇവിടുത്തെ വന്ന ഉംറക്ക ഉസ്താദിന്റെ കൂടെ അവിടേക്ക് മധു പാടിയിട്ട് ഇന്ന് പോയിന് മദീനത്ത്. അന്തൊരു ഭാഗ്യം നമുക്ക് ലഭിച്ചു. എന്തുകൊണ്ട് അറിഞ്ഞെങ്കില് ഞാൻ എടുത്തു പറയാം, മുത്തുനബി തങ്ങൾ ആ മധുഹിനോട് ഇഷ്ടം വെച്ചതുകൊണ്ട് അവർക്ക് എടുത്തു പറയാൻ പറ്റും. അടുത്ത് പറയാൻ പറ്റും. കാരണം ഒരിക്കലും വിചാരിച്ചില്ല, എന്റെ ലൈഫിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം ഒന്നും ഒരു മണ്ണാങ്കട്ട എന്റെ കയ്യിലില്ലായിരുന്നു. മദീനത്തുള്ള വീഡിയോ കാണുമ്പോൾ ഞാൻ തിരിച്ചു നമ്മൾ എപ്പോ പോകുന്നത് ആ ഒരു ചിന്താഗതി പോലും മാറ്റിയത് മുത്തുനബി തങ്ങളുടെ ആ ഒരു മദീനോട് ഇഷ്ടം വെച്ചതുകൊണ്ട്. നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച ഒരു സുഹൃത്തും ഞാൻ അമീറായിട്ട് പോയി. അവിടെ തന്നെ ജോലി ചെയ്യുന്നു. അമീറായിട്ട് തന്നെ വർക്ക് ചെയ്തു. ഓരോ പോക്കിനും ബാച്ചിനെ കൊണ്ടുപോകുമ്പോ അടുത്ത വീഡിയോ ഫോട്ടോ ഒക്കെ ആക്കുമ്പോ എന്തോ ഒരു ഇതാണ് അല്ലേ? കൊറേ ആൾക്കാർ അതെ അതെ അതെ. എന്തായാലും ഉസ്താദിന് സാധിക്കട്ടെ. നല്ലൊരു ഇത് സാധിക്കട്ടെ ഉസ്താദിന്. ആ ഒരു മനസ്സുകൊണ്ട് ആ ഒരു മധു പാടി ആ നാവ് കൊണ്ടെന്ന് ഉസ്താദിന് എത്തപ്പെടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെന്തെങ്കിലും പ്രേക്ഷകരോട് ഉസ്താദിന് ഫലസ്തീനെ കുറിച്ചിട്ട് 2 വാക്ക്. ഫലസ്തീനെ കുറിച്ച് എന്താ? കാരണം ഒരുപാട് പ്രേക്ഷകർ ഇതിൽ എതിർക്കുന്നുണ്ട്, സപ്പോർട്ട് ആക്കിയിട്ട് ഫലസ്തീനെ എതിർത്ത്. ഇപ്പൊ എന്നെ തന്നെ ഒരുപാട് പേര് എതിർത്ത് ആണ്. കൺഫോളോ ആക്കിയാലും പ്രശ്നമില്ല. പക്ഷെ ഫലസ്തീന്റെ മക്കൾ അത് എന്ന് പറഞ്ഞാല് നമുക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യത്വമുള്ള ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. 2 വാക്ക് ഉസ്താദ്. ലോകമെമ്പാടും ഫലസ്തീനിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ അവർക്കുള്ള പ്രാർത്ഥനകൾ മുഴുകുമ്പോ എതിർക്കുക എന്നുള്ളത് അതിൽ നിന്ന് കുറച്ച് കൂട്ടർ എതിർക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന എന്നുള്ളത് അവരെ പറ്റി മനുഷ്യന്ന് പറയാൻ കഴിയില്ല. ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ആ കാണുമ്പോ കാഴ്ചയിലുള്ള കൈ കാലൊന്നുണ്ടാവും. അതല്ലാണ്ട് മനുഷ്യത്തുള്ള ഒരാളും അവർ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. എതിർക്കാൻ പോയിട്ട് ആ ഒരു കാര്യം ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം അടുത്ത ഒരു അവസ്ഥകൾ നമ്മൾ ഓരോ സോഷ്യൽ മീഡിയകളിൽ കാണുന്നതാണ്. ഒരിക്കലും അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക, അതല്ലാണ്ട് പറഞ്ഞു അതിനെ എതിർക്കുക എന്നുള്ളത്, അതായത് ഫലസ്തീനെ മക്കൾ എതിർക്കുക എന്നുള്ളത് വലിയ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അതൊരു മനുഷ്യനല്ല അല്ലേ? മൃഗത്തിന്റെ കൂട്ടത്തിലോട്ട് അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ഇതാക്കുന്നുണ്ട് ഫലസ്തീനെ. കുമ്പളയിൽ എന്തോ പ്രശ്നമല്ലേ? അതെ അതെ. സ്കൂളില് അധ്യാപകന് അവര് എന്താ പറയാ അവർക്കുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ട് പ്രോഗ്രാം ഉണ്ടാക്കി. അതിനെ എതിർത്തിട്ട് ഒരു അധ്യാപകന് അത് ഇന്നലെ നടന്നു. ന്യൂസിലെല്ലാം കണ്ടു. എതിർത്തിട്ടുണ്ട്. അത് അതായത് അവരെ ഇറക്കി വിടുന്നു. മാഷ് പോയിട്ട് മാഷിന് മാത്രല്ല പോലീസുകാരെ വിളിച്ചിട്ട് പോലീസുകാർ കൂട്ടിക്കൊണ്ടായി അടിച്ചെന്ന് പറഞ്ഞു കുട്ടികളെ. അടിച്ചെന്ന് പറയുന്ന പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇത്ര ക്രൂരന്മായ മാഷുമാരെല്ലാം ഉണ്ടോ? അത് കേരളത്തിൽ അതും നമ്മുടെ നാട്ടിൽ തന്നെ, കുമ്പളയിൽ തന്നെ. അല്ല, മാഷുമാർക്ക് എവിടുന്നാ ഇങ്ങനത്തെ ഇത് കിട്ടുന്നത്? ഞാൻ ചോദിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ അതിക്രൂരമായിട്ട് ഫലസ്തീന് കൊന്നുമ്പോ അതിലേക്ക് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധം ചെയ്തുകൊണ്ട് കുട്ടികളെല്ലാം രംഗത്ത് വരുമ്പോ അതിന് സപ്പോർട്ട് കൊടുക്കുന്നതല്ലാതെ ഇറക്കി വിട്ടത് മാത്രമല്ല, ഉസ്താദ് പറഞ്ഞ എന്താ പോലീസിനെ കൊണ്ട് അടുപ്പിച്ചെന്ന് പറഞ്ഞത്. അത്ര ക്രൂരന്മാരാണോ മാഷുമാരെല്ലാം? ചിന്തിക്കാൻ പറ്റുന്നില്ല. അത് കേട്ടപ്പോ അല്ലേ? അത് അത്രക്ക് ക്രൂരന്മാരായി മാറിയിരിക്കുന്ന മാഷുമാർ. നല്ല മാഷുമാരുണ്ട്. ഞാൻ പറയുന്നത് നബിദിനത്തിനൊക്കെ എല്ലാ മദ്രസയിലും, ഞാൻ പഠിപ്പിക്കുന്ന മദ്രസയിലാണെങ്കിൽ നടത്തിയിട്ടുണ്ട്. എല്ലാ മദ്രസകളിലും കുറെ വീഡിയോ കണ്ടു. എത്ര തമാശയുള്ള കുട്ടികളാണ്. നമ്മളിപ്പോ സ്കൗട്ടിന്റെ കുട്ടികളെ കൊണ്ടാ സെറ്റാക്കിയത്. അപ്പൊ കുട്ടികളെ ഇങ്ങനെ നിൽക്കുമ്പോ
അത് നല്ല തമാശ കളിക്കുന്ന കുട്ടികളാണ്. നമുക്കൊരു ബേജാറുണ്ടായിട്ട് ഇവരെ കൊണ്ട് നിർത്തിയ കുട്ടികൾ ചിലപ്പോൾ അവിടെ ചിരിക്കോ, പക്ഷെ ചെറിയൊരു കുഞ്ഞു മനസ്സ് പോലും ഇതാക്കിയിട്ടില്ല. അവര് പോലും മനസ്സിലാക്കി. ചെറിയ മക്കളെ മനസ്സിൽ 3-4 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ നിർത്തിയിട്ടാണ് നമ്മൾ എന്താക്കിയത് ഈ ഒരു സംഭവം. ഈ അധ്യാപകർക്കില്ല. ചില മക്കളില്ലേ അവിടത്തെ സ്റ്റക്കായിട്ട് ഇങ്ങനെ അറ്റ നിർത്താം ഈ പാട്ടും ഈ അനൗൺസൊക്കെ കേട്ടിട്ട് അകതായിപ്പോയി. കുട്ടികള് ഇത് ഇറങ്ങി വരുമ്പോ കുട്ടികൾക്ക് അതിന്റെ ഇത് പോയിട്ടില്ല. അല്ല, അവര് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഉപദ്രവാക്കുന്ന രീതിയിലല്ലല്ലോ. ഒരു നാട്ടിലെ കുട്ടികളെല്ലാം പിടിപിടഞ്ഞു വരിക്കുമ്പോ അതിനെ പ്രതിരോധിച്ച് ഇവര് പ്രോഗ്രാം നടത്തുന്നത്. അതില് മാഷുമാർക്ക് എന്താ കടി? അവർക്ക് എന്താ അസൂയ? അതിനെ കൊണ്ട് അത് നല്ല കാര്യമല്ലേ? കാരണം ഒരാൾക്ക് ഉപദ്രവില്ല സ്റ്റേജില്. മതത്തെ പറ്റി പറഞ്ഞതല്ല, രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് പറയുന്നതല്ല, എതിർക്കുന്നതല്ല. അതെ, എല്ലാരും ഒന്നിച്ച് നിൽക്കേണ്ട സംഭവമാണ്. അതെ. അപ്പൊ അതുപോലും ഈ മാഷുമാർക്ക് ഇല്ലാതായി. ഭയങ്കര സങ്കടം അല്ലേ? ഏതായാലും മാഷുമാർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഇനിയിപ്പോ കുമ്പളത്തെ വിഷയം എന്ന് പറഞ്ഞാല് അടുത്തിപ്പോ ഇനി പ്രോഗ്രാം നടത്തുന്നല്ല. അത് ഒരുപാട് ഇത് പ്രതിഷേധമായിട്ട് ഒരുപാട് സംഘടനകളിൽ വന്നില്ല. അങ്ങനെ വന്നതുകൊണ്ട് അവർക്ക് ആ മാഷിനെ എന്തായാലും മാറ്റാടുന്നു. ആ മാഷിന് വേണ്ട സ്കൂളിൽ ആഗ്രഹം. കാരണം അങ്ങനത്തെ ചിന്താഗതിയുള്ള മാഷുമാർ കുട്ടികൾക്ക് പഠിപ്പിച്ചിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. കാരണം അത് നല്ല കാര്യമല്ല. അങ്ങനെ എതിർക്കുകയാണെങ്കിൽ കരുണയില്ലാത്ത ആളെന്ന് പറയാം. മനസ്സിൽ ഒരു കരുണയില്ല. അപ്പൊ കരുണയില്ലാത്ത ആള് ആ കുട്ടികളെ പഠിപ്പിക്കുന്ന അങ്ങനെ ഒരു പഠിപ്പിക്കൽ മാത്രമാണോ അധ്യാപകർ എന്ന് പറഞ്ഞാൽ? അതെ സ്നേഹം കൊടുക്കാൻ വേണ്ടേ? അതെ തീർച്ചയായും. ഉസ്താദ് പറഞ്ഞ നല്ലൊരു പോയിന്റാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പൊ ഞങ്ങളിപ്പോ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഉസ്താദിന്റെ ഒരുപാട് ഗാനങ്ങൾ മധുഹങ്ങൾ നമ്മൾ ചോദിച്ച്, പിന്നെ ഉസ്താദിന്റെ കാര്യങ്ങൾ നമ്മൾ ഫലസ്തീനെ കുറിച്ചിട്ട് ഉസ്താദ് കുറെ സംസാരിച്ച്, ഫലസ്തീനിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ടും പാടി ഉസ്താദ്. അപ്പോൾ ഉസ്താദിനെ കണ്ടതിലും ഇവിടെ നമുക്കൊരു ഇന്റർവ്യൂ പോലെ ചെയ്യാൻ പറ്റിയതിലും ഞാൻ ഭയങ്കര സന്തോഷിക്കുന്നു. ഇനി ഉസ്താദ്മാരെ സ്നേഹിക്കാൻ എനിക്ക് കഴിയട്ടെ. എല്ലാരോടും ഉസ്താദ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്നേഹം മാത്രം. അപ്പൊ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് അടിക്കുക. നിങ്ങളെ ഫലസ്തീനെ സപ്പോർട്ട് ആക്കുന്നുണ്ടെങ്കിൽ ഫ്രീ ഫലസ്തീനെ ഇടാം. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉസ്താദ് പ്രാർത്ഥിക്കല്ലേ? എല്ലാ സദസ്സിലും എല്ലാവർക്കും വേണ്ടിയിട്ട് ഉസ്താദ് പ്രിയപ്പെട്ട ആ ഗസയിലെ പിഞ്ചോമന മക്കൾക്കും അവിടുത്തെ സഹോദരന്മാർക്കും അള്ളാഹു സലാമത്ത് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ. ഇൻഷാ അല്ലാഹ്. അല്ലാഹ് തിരുപേരും സ്തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആലമുടയവൻ ഏകല്ലാരുളാരെ ആയ മുഹമ്മദ് വർഗീളാണോവർ എല്ലാ ദിശയിലും ഭംഗിലായോവർ എല്ലാ ദിശയിലും കേളി മികച്ചോവർ ബിൽ കുത്തുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് സുൽത്താനുൽ ഔലിയ എന്ന പേരുള്ളവർ ചെയ്തവർ തായും ബാബായുമാണോവർ ബാബാമുദു പിന്നെ പുത്തുബായി വന്നോവർ വാനം മാതളിലോ കേളി നിറച്ചോവർ ഇരുന്നാൽ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ വലത്ത് ശരീഅത്തിനും കടലുള്ളോവർ ഇടത് ഹഖീഖത്തിനും കടലുള്ളോവർ ബിൽ കുത്തുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് ആകാശത്ത് മേലും ഭൂമിക്ക് താഴെയും അവരെ
തീരെ ഉള്ളോവർ ശൈഖ് അബ്ദുൽ ഖാദിരി കൈലാനി എന്നോവർ ശൈഖന്മാർക്കെല്ലാവർക്കും ഖുതുബായി വന്നോവർ അല്ലാഹ് സ്നേഹിച്ചേമോ ദിനെന്നോവർ അറ്റമില്ലാതോളം മേൽമ ഉടയോവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് മേൽമായിൽ സ്വൽപ്പം പറയുന്നു ഞാനീഫർ മേൽമ പറകിൽ പലവണ്ണമുള്ളോവർ ഫാലിലെ വെണ്ണ പോൽ വൈതാക്കി ചൊല്ലുന്ന ബാക്കിയമുള്ളോവർ ഇതിനെ പാടിച്ചോവർ കണ്ടൻ അറിവാളൻ കാട്ടിത്തരും പോലെ കാളി മുഹമ്മദ് എന്ന് പേരുള്ളോവർ ബിൽ ഖുതുബി റബ്ബാനി ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് കോഴിക്കോടത്തൂറ തന്നിൽ പിറന്നോവ കോർവൈതൊക്കെയോ നോക്കിയെടുത്തോവർ അവർ ചൊന്ന ബൈത്തിന്നോ ബഹജ കിതാബിന്നോ അങ്ങനെ തക്മീല തന്നിന്നും കണ്ടോവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. ലാസ്റ്റത്തെ അതിൻ്റെ ലാസ്റ്റ് കാവലിലെ ഗല്ല എന്നല്ല ലാസ്റ്റ് മുത്താൽ പട ചെറിയാവിൽ നിൽക്കും നാൾ മുഫർ മോഹിയത്തി കാവലിലെ ഗല്ല കാലനെ അസ്റായീൽ മൗത്ത് വാങ്ങും നാളിൽ കർത്തർ മോഹിയത്തി കാവലിലെ ഗല്ല ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് പേടി പേറുത്ത കറകം പോക്കും നാൾ ഫിർഫേറ്റ മുഹിയത്തി കാവലിലെ ഗല്ല സൂർബിളി കേട്ടിട്ട് ഒക്കെ പുറപ്പെട്ടാൽ സുൽത്താൻ മുഹിയത്തി കാവലിലെ ഗല്ല ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. ഏൽമൂകമേട്ട് അടുപ്പിച്ച് ഉടക്കും നാൾ എങ്ങൾ മോഹിയത്ത് കാവൽ ചൂട് പെറുത്ത തറമ്മൽ ഞാൻ നിൽക്കും നാൾ ചൊക്കർ മോഹിയത്ത് കാവൽ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. നരകം ആദേളും ക്രോഡം മികച്ചേ നാൾ നലവർ മോഹിയത്ത് കാവലേ
തൂക്കം പിടിച്ച് കണക്കെല്ലാം നോക്കുന്നാൾ തലവാറ മോഹിയത്തിൻ കാവലിലെ ഗല്ലാ بالقطب رباني والغوث صمداني نجينا من كل آفات يا الله അരിഫത്തിൽ ഇട്ട് സിറാത്ത് കടക്കുന്നാൾ അരിമാമുഹിയത്തിൻ കാവലിലെ ഗല്ലാ ഖോജാ ഷഫാഅത്തിൻ മുഹീദ്ദീൻ തൻകൂടെ കൂട്ട് സുവർഗത്തിൽ ആലം ഉടയോനെ ബിൽഖുർബി റബ്ബാനി والغوث صمداني نجينا من كل آفات يا الله ഖാജാ ഷഫാഅത്തിൽ മുഹീദ്ദീൻ തൻകൂടെ കൂട്ട് സുവർഗത്തിൽ ആലം ഉടയോനെ ഖോജാ ബേദാംബർ മംഗലം കാണുവാൻ മങ്ങാല വേലകൾ കാണുവാനേ ഗല്ലാ ബിൽഖുത്ബി റബ്ബാനി والغوث صمداني نجينا من كل آفات യാ അല്ലാഹ് എന്നെയും എന്നോട് ഉമ്മയും ബാബയും അറിവായി പഠിപ്പിച്ച ഉസ്താദുമാരെയും എന്നെയും മറ്റുള്ള മുഅ്മിനെല്ലാരെയും എങ്കൽ നബിന്റെ ശഫാഅത്തിൽ കൂട്ടല്ലാഹ് ബിൽഖുർബി റബ്ബാനി الغوث صمداني نجينا من كل آفات യാ അല്ലാഹ് ശിഫയേറെ ചെയ്ത് നടന്നോർ ആടിയന്റെ ശിഫയും ഫറോത്തിന് റഹ്മത്തിൽ കൂട്ടല്ലാഹ് എല്ലാ ശിഫയും ഫറോക്കുന്ന നായനെ ഏറ്റം ഫറോത്ത് കൃപ ചെയ്യ അല്ലാഹ് നല്ല സ്വലാവാത്തും നല്ല സലാമും പിന്നെ മുഹമ്മദ് ഏകണം യാ അല്ലാഹ് ബിൽഖുർബി റബ്ബാനി വൽഗൗസി സമദാനി നജീനാ മിൻ കുല്ലി ആഫാത്തി യാ